2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഹംസ ബുർഹാൻ പാക് അധീന കാശ്മീരിൽ വെടിയേറ്റ് മരിച്ചു. അജ്ഞാതരായ തോക്കുധാരികളാണ് ഇയാളെ കൊലപ്പെടുത്തിയത്. ഇന്ത്യ കൊടും ഭീകരനായി പ്രഖ്യാപിച്ച ഇയാൾ മുസാഫറാബാദിൽ അധ്യാപകനെന്ന വ്യാജേന ഒളിവിൽ കഴിയുകയായിരുന്നു. പാക് അധീന കാശ്മീരിലെ മുസാഫറാബാദിലുള്ള ഗോജിറയിലെ ഒരു സ്വകാര്യ കോളേജിൽ പ്രിൻസിപ്പളായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഹംസ ബുർഹാൻ. വ്യാഴാഴ്ച രാവിലെ കോളേജിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് തൊട്ടടുത്ത് നിന്ന് അക്രമികൾ വെടിയുതിർത്തത്. സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കൃത്യത്തിന് ഉപയോഗിച്ച തോക്ക് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 40 CRPF ജവാന്മാരുടെ ജീവൻ അപഹരിച്ച പുൽവാമ ആക്രമണ സമയത്ത് ഭീകരർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകിയത് ബുർഹാനായിരുന്നു. പാക് പിന്തുണയുള്ള ഭീകര സംഘടനയായ അൽ-ബദറിന്റെ കമാൻഡറായ ഇയാളുടെ യഥാർത്ഥ പേര് അർജുമന്ദ് ഗുൽസാർദാർ എന്നാണ്. ഡോക്ടർ എന്ന അപരനാമത്തിലും ഇയാൾ അറിയപ്പെട്ടിരുന്നു. കാശ്മീരിലെ നിരവധി ഭീകരാക്രമണങ്ങളിൽ പങ്കുള്ള ഇയാളെ 2022 ഏപ്രിലാണ് ഇന്ത്യ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. പുൽവാമ ജില്ലയിലെ രത്നിപ്പാറ സ്വദേശിയായ ബുർഹാൻ 2017 ഉന്നത പഠനത്തിനെന്ന പേരിൽ പാകിസ്ഥാനിലേക്ക് കടക്കുകയും പിന്നീട് അൽ-ബദറിൽ ചേരുകയുമായിരുന്നു. കാശ്മീരിലെ യുവാക്കളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുന്നതിനായി പോസ്റ്ററുകളും വീഡിയോകളും തയ്യാറാക്കുന്നതിലും അവരെ സായുധ പോരാട്ടങ്ങൾക്കും മയക്കുമരുന്ന് കടത്തിനും ഉപയോഗിക്കുന്നതിനും ഇയാൾ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. അടുത്തിടെയായി പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലുമായി നിരവധി ഭീകരരാണ് അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെടുന്നത്. ഏപ്രിൽ 16 ലഷ്കർ ഇ തോയ്ബ സ്ഥാപകരിലൊരാളായ അമീർ ഹംസ ലാഹോറിലും ഏപ്രിൽ 27 ലഷ്കർ കമാൻഡറായ ഷെയ്ഖ് യൂസഫ് അഫ്രീദി ഖൈബർ പക്തൂൺഖയിലും വെടിയേറ്റ് മരിച്ചിരുന്നു. ഈ പരമ്പരയിലെ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഹംസ ബുർഹാന്റെ കൊലപാതകം. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.